നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, റയൽ മാഡ്രിഡിനെ അക്ഷരാർത്ഥത്തിൽ തീർത്തുകൊണ്ട് PSG ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് സാബി അലോൺസോയുടെ റയൽ മാഡ്രിഡ് പൊട്ടിത്തകർന്നത്. കളിയിൽ ഗോൺസാലോ റാമോസും ഓസ്മാൻ ഡംബലയും ഓരോ ഗോളുകൾ നേടിയപ്പോൾ ഫാബിയൻ റൂയിസ് ഇരട്ട ഗോളുകളാണ് നേടിയത്. റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കിലിൻ എംബാപ്പയും വിനി ജൂനിയറും ഗോൺസാലോ ഗാർസിയയും ഇറങ്ങിയപ്പോൾ മറുഭാഗത്ത് ഡെസിയ ഡു, ഓസ്മാൻ ഡംബലെ, കിച്ച കഴസ്കീലി എന്നിവരൊക്കെ മുന്നേറ്റത്തിന്റെ ചുക്കാൻ ഏൽപ്പിച്ചുകൊണ്ടാണ് ലൂയിസ് എൻറിക്കെ തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. PSG തന്നെയാണ് ആധിപത്യം പുലർത്തിയത്. അവരത് ഗോളാക്കി മാറ്റുക കൂടി ചെയ്തപ്പോൾ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ തന്നെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് PSG മുന്നിലെത്തി കഴിഞ്ഞിരുന്നു. കളിയുടെ തുടക്കം മുതൽ അവരത് ചെയ്തു. 6-ാമത്തെ മിനിറ്റിൽ തന്നെ ഫാബിയൻ റൂയിസിലൂടെ PSG ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. ഒസ്മാൻ ഡംബലയുടെ അസിസ്റ്റും ഗോളും തൊട്ടു പിന്നാലെ 9-ാമത്തെ മിനിറ്റിൽ ഡംബലയുടെ ഗോൾ പിറക്കുന്നതാണ് നമ്മൾ കണ്ടത്. യെസ്, ബാലൻഡിയോറിലേക്ക് അദ്ദേഹം ഒരു പടി കൂടി അടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. 24-ാമത്തെ മിനിറ്റിൽ ഹക്കീമയുടെ അസിസ്റ്റിൽ നിന്ന് ഫാബിയൻ റൂയിസിന്റെ അടുത്ത ഗോൾ കൂടി പിറക്കുന്നു. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ അവസാന ഘട്ടത്തിൽ 87-ാമത്തെ മിനിറ്റിലാണ് ഗോൺസാലോ റാമോസിന്റെ ഗോൾ പിറക്കുന്നത്. ഏകപക്ഷീയമായ 4 ഗോളുകളുടെ തകർപ്പൻ വിജയവുമായിട്ട് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു PSG. റയൽ മാഡ്രിഡ് ഇതാ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഫൈനലിൽ PSG യുടെ എതിരാളികൾ ചെൽസിയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.